നമസ്കാരം, ഞാൻ രാജൻ ഗോസ്മിക്, സംഗീത സംവിധായകൻ. ഇന്ന് നമ്മൾ 72 മേളകർത്ത പദ്ധതിയെക്കുറിച്ച് ഒന്ന് തുടങ്ങി വയ്ക്കാമെന്ന് കരുതി. ഒന്നാമത്തെ രാഗമാണ് കനകാംഗി. 72 രാഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നാമത്തെ രാഗത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ സംഗീത വിദ്യാർത്ഥികൾ ആ രാഗം എടുത്ത് പഠിക്കാഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കനകാംഗി ഒന്നാമത്തെ രാഗം നമുക്കത് പഠിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കാം. പക്ഷെ പുരന്ദരദാസർ മായാമാളവ ഗൗള രാഗത്തിൽ പാടിയാൽ മതി, അതിന് ചില വേറെ കാരണങ്ങളുണ്ട്. പക്ഷെ ഒന്നാമത്തെ രാഗം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇത് സംഗീത വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ തന്നെ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് തുടങ്ങിയ കോഴ്സുകളുണ്ട്, ഓൺലൈൻ കോഴ്സുകളാണ്. അവർക്ക് കൂടി മനസ്സിലാവുന്ന അവരുടെ സിലബസ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് കനകാംഗി എടുക്കുന്നത്. ഒന്നാമത്തെ രാഗമായ കനകാംഗി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതിൽ അത് ക്രൊമാറ്റിക് ഓർഡറിലാണ് അത് പോകുന്നത്. സരിഗ സരിഗ റിസ ഇങ്ങനെയാണ് പോകുന്നത്. അത് ഒന്നാമത്തെ രാഗമായതുകൊണ്ട് അത് തന്നെ പാടി പഠിക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പാടാം? സരി സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ മ ഗ മ ഗ രി സ. വളരെ സൗമ്യതയുള്ള ഒരു രാഗമാണ്. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ പ മ ഗ പ മ രി പ മ ഗ പ മ രി സ. കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മൂഡ് ക്രിയേഷൻസ് ഇതിനകത്തുണ്ട്. സരി ഗ മ പ മ ഗ രി ഗ രി സരി സരി ഗ. തോടിയോട് ചിലപ്പോൾ ചേർന്ന് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ ഗാന്ധാരം വളരെ ശ്രദ്ധിക്കാനുണ്ട്. പ മ ഗ രി സരി ഗ രി സ സരി ഗ മ പ മ ഗ സരി ഗ മ പ ധ പ മ ഗ മ പ ധ പ ധ നി ധ പ മ. ഒരു വല്ലാത്ത ഒരു കറക്കമാണ് അവിടെ ഉള്ളത്. മ പ ധ നി ധ പ മ പ ധ നി സാ നി സാ നി ധ പ മ ഗ മ ഗ രി സ. അവിടെ ഗാന്ധാരത്തെ പല വിധത്തിൽ അത് പറയുന്നുണ്ട്. ഗാന്ധാരത്തെ സ്ട്രെയിറ്റ് നോട്ടായിട്ട് പാടിയാൽ മതി എന്ന്. സരി ഗ സരി ഗ മ ഗ പ മ ഗ രി സ. പല അഭിപ്രായങ്ങളുമുണ്ട് അതിനകത്ത്. ഗാന്ധാരത്തിന് അല്ലെ ഇവിടെ യഥാർത്ഥത്തിൽ ചതുർശ്രുതി ഋഷഭമാണ് നമ്മൾ ഗാന്ധാരമായിട്ട് എടുത്തേക്കുന്നത്. അത് ഗാന്ധാരത്തെ നമുക്ക് ഗമകം കൊടുത്തു പാടാം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അതല്ല സ്ട്രെയിറ്റ് പാടണം എന്നൊക്കെ പറയുന്നു. നമുക്കിവിടെ അത് ബാധകമല്ല. നമുക്കിവിടെ ആ രാഗത്തെ എങ്ങനെ ധ്വനി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സരി ഗ മ പ ധ നി സ പ ധ നി സരി സ നി ധ പ ധ നി സരി ഗ മ ഗ രി സ നി ധ പ മ ഗ രി സ. വളരെ സൂക്ഷിച്ച് ഋഷഭവും ഗാന്ധാരവും എടുക്കണം. അതായത് സരി ഗ രി സരി ഗ മ ഗ രി സരി ഗ മ പ മ ഗ രി സരി ഗ മ പ ധ പ മ ഗ മ പ ധ പ മ ഗ മ ഗ രി 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 സ സ നി സാ നി. കണ്ടോ, വളരെ താഴെ പോകുന്നുണ്ട്. സാ നി ധ പ പദ പദനി പദനി സനിധ പദനി സരി ധനിധ പദനി സരി ഗരി സനിധ പദനി സരി സ. അന്നര അന്ന പ മ ഗ ആ രി ന ന ന
നര അടുത്തത് ആ ഒരു രാഗത്തിലൂടെ വന്ന മൂടല്ല ഇനി വരാൻ പോകുന്നത്. പെട്ടെന്ന് ഭാവരസങ്ങൾ മാറുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത് രാഗം ശങ്കരാഭരണം. വളരെ ഈസി ആയിട്ട് ആദ്യം നമ്മൾക്ക് പാടാം. വെറുതെ സ്വരങ്ങൾ കളിച്ച് കളിച്ച് പാടാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ശങ്കരാഭരണത്തിലെത്തി. നമുക്ക് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അതിനെ എന്താണ് മേജർ സ്കെയിൽ എന്ന് തന്നെ പറയും. വെസ്റ്റേൺ മ്യൂസിക്കിൽ എന്താണ് പറയുന്നത്? മേജർ സ്കെയിൽ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ്ട്രെയിറ്റ് നോട്ടോട്ട് പാടുമ്പോൾ നമുക്ക് വേറെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. നോക്കിയോളൂ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. വളരെ പ്ലെയിൻ ആയിട്ട് അങ്ങ് പാടുകയാണ്. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ഗ സ ഗ സ ഗ മ രി മ രി മ രി ഗ സ ഗ സ. ഇത് നമ്മള് ഗിറ്റാർ വായിച്ചു കഴിയുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു മൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ടിങ് 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 ലാ 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 ലാ. പെട്ടെന്ന് തന്നെ മ്യൂസിക് നമുക്ക് മേക്ക് ചെയ്യാം, ഉണ്ടാക്കാം. മ്യൂസിക് ഇങ്ങനെ പ്രത്യേകമായ തരത്തിൽ പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ പുതിയ പുതിയ മേഖലയിലേക്ക് ഈ ശങ്കരാഭരണം കൊണ്ടുപോകും. നേരത്തെ നമ്മൾ പാടിയ കനകാംഗി ഇതുപാട് എത്ര വ്യത്യാസം ഉണ്ടെന്നൊന്ന് നോക്കൂ. കനകാംഗി പാടുമ്പോഴും നോക്കിക്കോളൂ. സരി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇനി ഗമകത്തോടു കൂടി പാടുമ്പോൾ അതിന്റെ സ്വഭാവമേ മാറി. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി LKG UKG ഗ്രേഡ് 1 ബഡ് സ്കൂൾ ഇതൊക്കെ അവർക്കൊക്കെ ഇത് എപ്പോഴും പ്രയോജനമാണ്. എങ്ങനെ പാടിയാലും അത് ഭയങ്കരമായ താളാത്മകമായിരിക്കും. ശങ്കരാഭരണം പ്ലെയിനായിട്ട് പാടിയാൽ ഇങ്ങനെ ഇരിക്കും. അതേസമയം അത് രാഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യഗൗരവമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനെന്താണ് ആദ്യം ചെയ്യേണ്ടത്? അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗമകപ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഗമകപ്രയോഗം വരുമ്പോൾ ആ രീതിയിൽ നിന്ന് മറ്റൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും, മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകും. ഇപ്പൊ നമ്മളിപ്പോ പാടി ടിൻഡിങ് ടെടി ടിൻഡിങ് ടെടി ടിൻഡിങ് ടിൻഡിങ് ടെടി ടിൻഡിങ് ടെടി ടിൻഡിങ് 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 അതെ, ഒരു ഹാപ്പിനെസ് അവിടെ ഉണ്ടാകുന്നു. പക്ഷേ ഗമകം വരുമ്പോൾ സരി ഗമ സരി ഗമ പദ, അപ്പോ ഹാർമോണിയവും ഈ രാഗവുമായിട്ട് ചേരാതെ വരുന്നൊരവസ്ഥയിലേക്ക് വരും. ഇതുവരെ നമുക്ക് ഓക്കെ, ഹാർമോണിയം നമുക്ക് നമ്മുടെ ഒരു ഗുരു ആയിരുന്നു ഇതുവരെ. ഇനി പാടുമ്പോൾ നോക്കിക്കോളൂ. സരി ഗമ സരി ഗമ പദ നി സ സ നി ധ പ മ ഗ രി. സരി ഗമ പദ നി സ സ നി ധ പ മ ഗ രി ഗ. തദര തദര
ഞാൻ പറഞ്ഞു വരുന്നത്, കർണാട്ടിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിന്റെ ചില സ്ഥാനങ്ങൾ, അതിന്റെ പ്രയോഗ രീതികൾ വരുമ്പോൾ പ്രത്യേകമായ ഒരു മോഡ് ക്രിയേഷൻ ഇവിടെ ഉണ്ട്. പല മാറ്റങ്ങൾ. 72 മേളകർത്ത രാഗങ്ങൾ നമ്മളിങ്ങനെ പാടി പാടി വന്നാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മൂഡാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും, ബോഡി കംപ്ലീറ്റ് വൈബ്രേറ്റ് ചെയ്യും. ആസ്വാദകർക്ക് വളരെയധികം പ്രയോജനകരമായി മാറും. അവർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഹോർമോൺ എല്ലാം ചേഞ്ചാണ്. നമുക്ക് സന്തോഷപ്രദമായ, സമാധാനപ്രദമായി എന്തെല്ലാം ഹോർമോൺ പ്രവർത്തിക്കുന്നു അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യും ഇപ്പൊ രാഗങ്ങൾ പാടുമ്പോൾ. അപ്പൊ രാഗത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അത്രയും പ്രാധാന്യമുള്ള രാഗങ്ങളാ. അപ്പൊ 72 മേളകർത്ത രാഗങ്ങൾ നമ്മൾ പാടിക്കഴിയുമ്പോൾ, പഠിച്ചു കഴിയുമ്പോൾ ഒരു മുനിയായി മാറുകയാണ്. ശാന്തതയുള്ള, സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലേക്കാണ്. അപ്പൊ ഇത് പഠിക്കണം എന്ന് പറയുവാൻ കാരണം എന്താണ്? പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി പവർ 110ാമത്തെ വയസ്സിലും രാഗം പാടും. മനസ്സു ഇങ്ങനെ പാടും. വളരെ ഒരുപാട് രാഗങ്ങൾ, ഒരുപാട് കീർത്തനങ്ങൾ, ഈ ശങ്കരാഭരണ രാഗത്തിലുള്ള ഒരുപാട് കീർത്തനങ്ങൾ ഇപ്പോഴും ഓർമ്മയുള്ള അതായത് 100 വയസ്സിന് മുകളിലുള്ളവർ ഇപ്പോഴും ഉണ്ട്. അത് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്നൊരു 10, 35, 40 വയസ്സ് കഴിയുന്നവർക്ക് എവിടാ സാധനം വെച്ചതെന്ന് അറിയാൻ വയ്യാത്ത ഒരു മറവിയിലേക്ക് നമ്മൾ പോകുന്നത്. അയ്യോ, അതെവിടാ വെച്ചെന്ന് അറിയാം, ഞാൻ അവിടെ കൊണ്ടുവന്നായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ എന്നുള്ള ധാരണ, അതൊക്കെ മാറുവാൻ, നിങ്ങളുടെ ബ്രെയിനെ ഷാർപ്പാക്കാൻ സ്വരങ്ങൾ പാടൂ. രാഗങ്ങളൊക്കെ പിന്നെ പാടാം. സ്വരങ്ങൾ, ഈ പാടിത്തരുന്ന സ്വരങ്ങളെല്ലാം സരിഗമ, ചുമ്മാതെ ഒരു ഗമക പ്രയോഗത്തോടു കൂടി സരിഗമ പദനി സാനിദപ മാഗരി സ. തതറിനെ ചേർക്കാൻ പാടില്ല. ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യണം? അകാരം പാടുമ്പോ അത് ലൈറ്റായി കഴിഞ്ഞു, സിനിമാറ്റിക് ആയി. അത് വീണ്ടും സിനിമാറ്റിക് ആയി. അപ്പൊ അവിടെ നമ്മുടെ സംഗീത ഭാഷ ഉപയോഗിച്ചാൽ മതി. ഇതിവിടെ അവസാനിക്കുന്നു. അടുത്ത രാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.